പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് വാട്സ്ആപ്പ് കോളുകൾ വരുന്നതായി കേന്ദ്രം അറിയിക്കുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം എന്ന പേരിലാണ് ഇത്തരം കോളുകൾ എത്തുന്നത്. മാധ്യമപ്രവർത്തകരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടാണ് ഇത്തരം സന്ദേശങ്ങൾ വരുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, അടുത്ത ഒരു സ്പാം അറ്റാക്കിലേക്ക് കൂടി പാകിസ്ഥാൻ പോവുകയാണ്. ഇനി കയ്യിലുള്ള അവസാന നെറികെട്ട തന്ത്രം അതാണോ ഇപ്പോൾ കാണുന്നത്? അതേക്കുറിച്ചാണോ ഈ മുന്നറിയിപ്പ്? സുജയ, അത്തരത്തിൽ തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഇന്ത്യൻ പൗരന്മാരെയും ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരെയും ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ ഫോണുകളിലേക്ക് ഇത്തരത്തിലൊരു നമ്പറിൽ നിന്ന് സ്ഥിരമായി കോളുകൾ വരുന്നുണ്ട്. വാട്സപ്പ് കോളുകളാണ് വരുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് എന്ന വ്യാജേനയാണ് ഇവർ വിവരങ്ങൾ തേടുന്നത്. പല തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർക്ക് ചോർത്തിയെടുക്കാനുമാണ് ഇത്തരത്തിലുള്ള കോളുകൾ വരുന്നത്. പ്രധാനമായും 7340921702 എന്ന നമ്പറിൽ നിന്നാണ് പ്രധാനമായും കോളുകൾ വരുന്നത്. ഇത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും അവർ അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചില മൂവ്മെൻ്റാണ്. അതോടൊപ്പം തന്നെ സേനകളുടെ വിന്യാസം, അതോടൊപ്പം തന്നെ ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളിൽ പ്രതികരിക്കരുത് എന്ന് കൃത്യമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറയുകയാണ്. മാത്രവുമല്ല, നേരത്തെ ഈ ജയ്സാൽപൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള SP അടക്കം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി കോളുകൾ ആ മേഖലയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അതിർത്തി മേഖലകളിലാണ് ഈ കോളുകൾ കൂടുതലായും വരുന്നത്. ഈ നമ്പറിൽ നിന്നാണ് സ്ഥിരമായും കോളുകൾ വരുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ഇന്ത്യൻ നമ്പറായി തോന്നും, പക്ഷേ ഇത് പൂർണ്ണമായും ഓപ്പറേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഈ കോൾ എടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരം മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും മാധ്യമപ്രവർത്തകരെ അടക്കം കൃത്യമായി തന്നെ അവർ നോട്ട് ചെയ്ത് അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരുടെ അടക്കം നമ്പറുകളിലേക്ക് ഈ കോളുകൾ വരുന്നുണ്ട്. ഈ ഇത്തരത്തിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുക, അതോടൊപ്പം തന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു നീക്കം പാകിസ്ഥാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനെ പ്രതിരോധിക്കണം. നമുക്കത് കൺഫേം ചെയ്യാം. അർജുൻ മട്ടന്നൂർ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഇപ്പോൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിജിൽ പാലിക്കേണ്ടതുണ്ട്. അവോയ്ഡ് ഷെയറിംഗ് എനി ഡീറ്റെയിൽസ് ഇഫ് അപ്രോച്ച്ഡ് ബൈ അൺനോൺ കോൺടാക്ട്സ് ക്ലെയിമിംഗ് ടു ബി ഫ്രം മിലിറ്ററി. അതാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ അർജുൻ മട്ടന്നൂർ, ഇതൊരു സീരിയസ് അലേർട്ടാണ്. അതായത് വാട്സാപ്പ് നമ്പർ കൂടിയുണ്ട്. ചില വാട്സാപ്പ് നമ്പറുകൾ, അതായത് പാകിസ്ഥാനി ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് PIOs ആണ്, ഇന്ത്യൻ ഡിഫൻസ് ഒഫീഷ്യൽസ് ആണ് എന്ന രീതിയിൽ മാസ്കുറേഡ് ചെയ്ത്, അതായത് അങ്ങനെ ഒരു പ്രച്ഛന്ന വേഷധാരികളായി എത്തുന്ന ആളുകൾ, ആ രീതിയിലുള്ള ഒരു സന്ദേശമാണ് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ വന്നിരിക്കുന്ന ഒരു അലേർട്ട് നമ്പർ 73 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അലേർട്ട് നമ്പറുകൾ അടക്കം മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ടല്ലേ അർജുൻ? സുജി, അങ്ങനെ തന്നെയാണ്. കൃത്യമായി ആ നമ്പർ തന്നെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഈ നമ്പറിൽ നിന്ന് വാട്സപ്പ് കോളുകളാണ് വരുന്നത്. ഇത് പാകിസ്ഥാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്പറാണ്. അവരാണ് ഇത് ഈ കോളിൽ നിന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് ആളുകളെ സമീപിക്കുന്നത്. അതിനുശേഷം ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നു. സേനയുടെ നീക്കങ്ങൾ അത് കൃത്യമായി അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ചില തെറ്റായ വിവരങ്ങൾ ഈ നമ്പറിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. എല്ലാ മാധ്യമപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ എല്ലാ പൗരന്മാർക്കും കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്നുണ്ട്. ഈ നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ സമാനമായ ഈ നമ്പർ ഒരു സ്പാം ആണ്. അതുപോലെ തന്നെ ഇത് പാകിസ്ഥാനി ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് PIOs ആണ്, ഇപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് ഒഫീഷ്യൽ ആണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഈ നമ്പറുകളിൽ നിന്ന് വിളിക്കുന്നത്. ഇത് ഒരു നമ്പറാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ രീതിയിലുള്ള ഫോൺ കോൾസ്, അതുപോലെ തന്നെ വാട്സ്ആപ്പ് കോൾസ് അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരിചയമില്ലാത്ത ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക. നമ്മൾ കൂടുതലായും ഈ പണത്തട്ടിപ്പിനും അങ്ങനെയുള്ള ഡിജിറ്റൽ അറസ്റ്റിനും ഒക്കെ വിധേയരാകുന്ന ഒരു ജനതയാണ് എന്നതുകൂടി ഓർക്കുക. ഇങ്ങനെയുള്ള കോൾസ് അങ്ങനെയൊന്നും നിങ്ങളെയൊന്നും ആരും വിളിക്കേണ്ട ഒരാവശ്യവുമില്ല. പ്രത്യേകിച്ചും ഇന്ത്യൻ ഡിഫൻസിൽ നിന്ന് അങ്ങനെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിളിക്കാനും പോകുന്നില്ല, വിവരങ്ങൾ പങ്കുവയ്ക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. താങ്ക് യു അർജുൻ മട്ടന്നൂർ.